ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് 2025 ഫൈനലിൽ ബൗളർമാർ തകർത്താടിയപ്പോൾ ഒന്നാം ദിനത്തിൽ വീണത് 14 വിക്കറ്റുകളാണ്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ 212 റൺസിന് ഓൾ ഔട്ട് ആയപ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്ക് ഒന്നാം ഇന്നിംഗ്സിൽ 30 റൺസ് എടുക്കുന്നതിനിടെ നഷ്ടമായത് 4 വിക്കറ്റുകളാണ്. ആദ്യം ബൗൾ ചെയ്യാൻ ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റൻ ടെംബ ബൗമ തീരുമാനിച്ചപ്പോൾ 5 വിക്കറ്റുകൾ വീഴ്ത്തി കഗീസോ റബാദ ഉറച്ച പിന്തുണ നൽകി. കരുത്തുറ്റ ഓസ്ട്രേലിയൻ ബാറ്റിംഗ് നിരയെ വിറപ്പിച്ച റബാദ 51 റൺസിന് 5 വിക്കറ്റുകൾ വീഴ്ത്തി. ടെസ്റ്റ് ക്രിക്കറ്റിൽ റബാദയുടെ 17ാമത്തെ 5 വിക്കറ്റ് നേട്ടമാണിത്. ലോർഡ്സിൽ രണ്ടാം തവണയും. ഇതോടെ 332 വിക്കറ്റുകളുമായി ദക്ഷിണാഫ്രിക്കയുടെ എക്കാലത്തെയും മികച്ച ടെസ്റ്റ് വിക്കറ്റ് വേട്ടക്കാരുടെ പട്ടികയിൽ അലൻ ഡൊണാൾഡിനെ മറികടന്ന് 4ാം സ്ഥാനത്തേക്ക് ഇദ്ദേഹം ഉയരുകയും ചെയ്തു. മാർക്കോ ജോൺസൺ 3 വിക്കറ്റ് നേട്ടവുമായി റബാദയ്ക്ക് പിന്നിൽ അണിനിരന്നപ്പോൾ ഓസ്ട്രേലിയ 212 റൺസിന് പുറത്തായി. ഓസീസിന്റെ ഒന്നാം ഇന്നിംഗ്സ് വേഗം അവസാനിപ്പിച്ചതിന്റെ ആവേശത്തിലാണ് ദക്ഷിണാഫ്രിക്ക മറുപടി ബാറ്റിംഗ് ആരംഭിച്ചത്. എന്നാൽ കങ്കാരുക്കളിൽ നിന്ന് കനത്ത തിരിച്ചടിയുണ്ടായി. മിച്ചൽ സ്റ്റാർക്ക് 2ഉം ഹേസിൽവുഡ്, പാറ്റ് കമ്മിൻസ് എന്നിവർ ഓരോ വിക്കറ്റും വീഴ്ത്തിയതോടെ ദക്ഷിണാഫ്രിക്ക വൻ തകർച്ചയെ അഭിമുഖീകരിക്കുകയാണ്. 27 വർഷത്തിനിടെ ആദ്യമായി ICC ട്രോഫി ഉയർത്താമെന്ന പ്രതീക്ഷയോടെ ലോർഡ്സിലെത്തിയ ദക്ഷിണാഫ്രിക്കയ്ക്ക് അമ്പയറിംഗ് റിവ്യൂ ഉപയോഗപ്പെടുത്തുന്നതിൽ ഉണ്ടായ വീഴ്ചകളും വലിയ തിരിച്ചടിയായി. റിവ്യൂവിലെ അബദ്ധത്തിന് ദക്ഷിണാഫ്രിക്കയ്ക്ക് വലിയ വിലയും നൽകേണ്ടി വന്നു. ഓൾറൗണ്ടർ ബ്രൂ വെബ്സ്റ്റർ ബാറ്റ് ചെയ്യവേ ദക്ഷിണാഫ്രിക്കയുടെ 2 റിവ്യൂകൾ പരാജയപ്പെട്ടു. എന്നാൽ 3ാം തവണയും റബാദയുടെ പന്ത് വെബ്സ്റ്ററിന്റെ പാടിൽ തട്ടിയപ്പോൾ റിവ്യൂവിന് തയ്യാറായില്ല. അമ്പയർ റിച്ചാർഡ് ഇല്ലിംഗർത്ത് LBW അപ്പീൽ നിരസിച്ചപ്പോൾ ദക്ഷിണാഫ്രിക്ക റഫറൽ വേണ്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു. ഇത്തവണ വെബ്സ്റ്റർ വിക്കറ്റിന് മുന്നിൽ കുരുങ്ങിയെന്നത് വീഡിയോയിൽ വ്യക്തമായിരുന്നു. 8 റൺസ് മാത്രം നേടിയിരുന്ന വെബ്സ്റ്റർ പിന്നീട് ക്രീസിൽ നിലയുറപ്പിക്കുകയും ഓസീസിന്റെ ടോപ്പ് സ്കോറർ ആവുകയും ചെയ്തു. 92 പന്തിൽ 72 റൺസ് എടുത്ത വെബ്സ്റ്ററാണ് വൻ തകർച്ചയിൽ നിന്ന് കങ്കാരുക്കളെ കൈപിടിച്ചു കയറ്റിയത്. 6ാം നമ്പറിൽ ബാറ്റ് ചെയ്ത വെബ്സ്റ്ററിന്റെ കരിയറിലെ 4ാമത്തെ ടെസ്റ്റാണിത്. അദ്ദേഹം നേരത്തെ പുറത്തായിരുന്നുവെങ്കിൽ ഓസ്ട്രേലിയ 200 റൺസ് കടക്കില്ലായിരുന്നു. അവസാന 5 വിക്കറ്റുകൾ ഓസീസിന് നഷ്ടമായത് കേവലം 20 റൺസിനിടയിലാണ്. റിവ്യൂ ഉപയോഗിക്കാതിരുന്നത് തനിക്ക് പറ്റിയ അബദ്ധമാണെന്ന് റബാദ പിന്നീട് സമ്മതിച്ചു. സഹതാരം കോർബിൻ ബോഷ് ഫൈൻ ലെഗിലേക്ക് വന്ന് ഔട്ടാണെന്ന് പറഞ്ഞിരുന്നുവെന്നും അദ്ദേഹം ഓർമ്മിച്ചു. വെബ്സ്റ്ററിന്റെ തുടക്കം വളരെ മോശമായിരുന്നു. ഏതു പന്തിലും അദ്ദേഹം പുറത്താകുമെന്ന് തോന്നിപ്പിച്ചിരുന്നുവെന്നും എന്നാൽ പോസിറ്റീവ് മൈൻഡ് സെറ്റിലൂടെ പിന്നീട് അദ്ദേഹം മികച്ച സ്കോർ നേടിയെന്നും റബാദ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ദക്ഷിണാഫ്രിക്ക റിവ്യൂ തെരഞ്ഞെടുക്കാത്തതിൽ ഓസ്ട്രേലിയയുടെ സ്റ്റീവ് സ്മിത്ത് അത്ഭുതം പ്രകടിപ്പിക്കുകയും ചെയ്തു. പനി ബാധിച്ചതിനാൽ ശക്തമായ ചുമയുണ്ടായിരുന്നിട്ടും നന്നായി ബാറ്റ് ചെയ്ത സ്റ്റീവ് സ്മിത്ത് 66 റൺസ് നേടിയിരുന്നു. ഓസ്ട്രേലിയ 4 വിക്കറ്റിന് 67 എന്ന നിലയിൽ തളർന്നപ്പോൾ വെബ്സ്റ്ററുമായി ചേർന്ന് സ്മിത്ത് നിർണായകമായ 79 റൺസിന്റെ കൂട്ടുകെട്ട് സ്ഥാപിച്ചു. ദക്ഷിണാഫ്രിക്ക 3ാം തവണ റിവ്യൂ ഉപയോഗിക്കാതിരുന്നതിനെ കുറിച്ച് നോൺ സ്ട്രൈക്കർ എൻഡിൽ നിന്ന് അത്ഭുതത്തോടെയാണ് താൻ നോക്കിയത് എന്നും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് തനിക്ക് അറിയില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. പന്ത് വെബ്സ്റ്ററിന്റെ പാടിലല്ല കാലിലാണ് തട്ടിയതെന്ന് തോന്നുന്നുവെന്നും റഫറൽ അവസരം ഉപയോഗിച്ചതുമില്ല എന്നും എന്തായാലും അത് തങ്ങൾക്ക് വളരെ നല്ലതായിരുന്നു എന്നുമാണ് സ്മിത്ത് കൂട്ടിച്ചേർക്കുന്നത്.